കീമിന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടതിന്റെ ആവശ്യമുണ്ട്. ധാരാളം വിദ്യാർത്ഥികളുടെ സംശയമാണ്. എന്താണ് ഈ മൈനോറിറ്റി സർട്ടിഫിക്കറ്റിന്റെ ബെനിഫിറ്റ്? നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. അതായത് നമ്മുടെ കേരളത്തിൽ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ MBBS കോഴ്സിന് പഠിക്കുമ്പോൾ കേരളത്തിലുള്ള രണ്ട് കമ്മ്യൂണിറ്റികൾ, ഒന്ന് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയും മറ്റൊന്ന് മുസ്ലിം കമ്മ്യൂണിറ്റിയും, ഈ രണ്ട് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട വിദ്യാർത്ഥികളാണെങ്കിൽ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളുടെ ഈ രണ്ട് കമ്മ്യൂണിറ്റിയുടെ അണ്ടറിൽ വരുന്ന ക്യാമ്പസുകളിലേക്ക് അല്ലെങ്കിൽ മെഡിക്കൽ കോളേജുകളിലേക്ക് അഡ്മിഷൻ നേടുമ്പോൾ ഈ കോളേജുകളിലെ MBBS സീറ്റിന്റെ 30% സീറ്റ് ആ കമ്മ്യൂണിറ്റിയുടെ മൈനോറിറ്റി സീറ്റിലേക്ക് റിസർവ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ അതിനൊരു എലിജിബിലിറ്റി നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ മൈനോറിറ്റി കമ്മ്യൂണിറ്റി ആണെന്നുള്ള സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവണം. അപ്പം ഞാൻ ഇത് പിന്നീട് കൊടുത്താൽ പോരെ, ഇപ്പൊ പഠിക്കുന്ന സമയത്ത് എനിക്ക് നല്ല മാർക്ക് കിട്ടുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ഈ മൈനോറിറ്റി കമ്മ്യൂണിറ്റിയോ പ്രൈവറ്റ് കോളേജുകളോ നോക്കുന്നില്ല, എനിക്ക് ഗവൺമെന്റ് സീറ്റ് മാത്രം മതി എങ്കിൽ പോലും നമ്മളൊരു മൈനോറിറ്റി കമ്മ്യൂണിറ്റി സീറ്റ് കൊടുത്തിടുന്നത് നമ്മുടെ റാങ്ക് ഒന്ന് കുറഞ്ഞു പോയാൽ, അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജ് നോക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ, അതുമല്ല പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജിലെ ഒരു മൈനോറിറ്റി സീറ്റിലേക്ക് ഒരു അഡ്മിഷൻ കിട്ടണമെന്ന് ആഗ്രഹിച്ചാൽ പിന്നീട് നമുക്ക് അതിനുള്ള എലിജിബിലിറ്റി നേടാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് കീമിന് ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ മൈനോറിറ്റി കമ്മ്യൂണിറ്റി മുസ്ലിമോ ക്രിസ്ത്യനോ കമ്മ്യൂണിറ്റിയിലുള്ളവരാണെങ്കിൽ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജിലെ മൈനോറിറ്റി കമ്മ്യൂണിറ്റിയിൽ ഒരു സീറ്റ് വേണമെങ്കിൽ, MBBSന് സീറ്റ് വേണമെങ്കിൽ നാം ചെയ്യേണ്ടത് ഇപ്പോൾ തന്നെ വില്ലേജ് ഓഫീസിൽ നിന്ന് മൈനോറിറ്റി കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്ത് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ അപ്ലോഡ് ചെയ്യുക. സ്റ്റഡി വെൽ, എൻജോയ് യുവർ ഫ്യൂച്ചർ. ഓൾ ദ ബെസ്റ്റ്.